ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ആക്സ് വ്ലോഗ്. നമുക്കിന്നൊരു അയില ബിരിയാണി ആക്കിയാലോ? നന്നായി ക്ലീൻ ചെയ്ത് വെച്ച അയില നമുക്കതിനകത്തേക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. അത് ഓപ്ഷണലാണ്. അത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ മറ്റേതെങ്കിലും ഓയിലോ യൂസ് ചെയ്യാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ അരഭാഗം മാത്രം, അതിൻ്റെ നീരും കൂടി അതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി ക്ലീനാക്കി വെച്ച അയിലയിലേക്ക് ഇതൊന്ന് പുരട്ടി കൊടുക്കാം. എല്ലാ അയിലയിലും പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് മസാലയിലേക്ക് വേണ്ട ഉള്ളി, തക്കാളി, പച്ചമുളക്. അപ്പോൾ 5 വലിയ ഉള്ളി, 3 തക്കാളി, 3 പച്ചമുളക്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ മുറിച്ച് വെച്ച ഉള്ളിയിൽ നിന്ന് തന്നെ കുറച്ച് ഭാഗം മാത്രം ഞാനൊന്ന് മൂപ്പിക്കാൻ വെക്കുന്നുണ്ട്. അത് നമുക്ക് നെയ്ച്ചോറിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അപ്പോൾ ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെക്കാം. അത്യാവശ്യം കുറച്ചൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. അതേ പാനിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച അയല ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടത്. അയല കൂടുതൽ കുക്കാകണമെന്നില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഈച്ച് വെക്കാം. 2 സൈഡും ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് അയില ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ മസാലയ്ക്ക് വേണ്ടി വെച്ച ഉള്ളി അതൊന്ന് നമ്മൾ ആ പാനിലേക്ക് തന്നെ ഇടുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത വെളിച്ചെണ്ണയിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലേവറെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഓയിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി വരണം. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കുക. ഉള്ളി ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ മിക്സ് ചെയ്യേണ്ടതാണ്. തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഉള്ളിയുടെയും തക്കാളിയുടെയും പിന്നെ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു അയിലയുടെ മണമൊക്കെ അതിൻ്റെ അകത്തേക്കുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് അത് കുക്കാകുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഏകദേശം ആയിനെന്ന് കണ്ടപ്പോൾ നമ്മൾ അതിലേക്ക് മസാലപ്പൊടി ചേർക്കുവാണ്. കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കുറച്ചൊന്ന് സമയത്തേക്കൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂടി തുറന്നപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ആയിട്ടുണ്ട്. നന്നായിട്ടത് കുക്കായിട്ട് വന്നിട്ടുമുണ്ട്. ഈ ഒരു പരുവത്തിൽ ആയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിലുള്ളതിലേക്ക് നേരത്തെ ആക്കി വെച്ച അയല ഇതിൻ്റെ അകത്തേക്ക് ഈ മസാലയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അയലയും മസാലയും കൂടി ഒന്ന് മിക്സായിട്ട് നമുക്ക് ആ മസാല യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഫ്ലേവറും കൂടി ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളത് എല്ലാം വെച്ചതിന് ശേഷം ഒന്ന് മൂടിക്കൊടുക്കുകയാണ്. ഒന്ന് അതിലും തന്നെ സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വന്നോട്ടെ. ഏകദേശം ഒന്ന് നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പം നോക്കിയേ. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കി വെച്ച ഒരു മല്ലിപ്പൊടി കുറച്ച് അതിൻ്റെ മേലെ വിതറി കൊടുക്കുകയാണ്.
ഇപ്പം നന്നായിട്ട് നമ്മളെ മസാല അയല ബിരിയാണിയുടെ അയല മസാല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി അടുത്തത് ചെയ്യുന്നത് നെയ്ച്ചോറിൻ്റെ പരിപാടിയാണ്. അപ്പം ഞാൻ ഒരു പാട്ട അളവിലാണ് അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പാട്ട അളവിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, കറുവാപ്പട്ട, കുരുമുളക്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പതക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കുന്നുണ്ട്. അത് വെള്ളം അതിന് മുന്നേ തന്നെ ഞാൻ അരിയൊക്കെ കൈയിട്ട് വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്ന് ഏകദേശം പതക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അരി ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇടാവുന്നതാണ്. സാധാരണ ഇതിൻ്റെ അകത്ത് പശുവിൻ നെയ്യ് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യും. പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് അത് ഉണ്ടായിട്ടില്ല. പെട്ടെന്നൊന്ന് ചെയ്തു നോക്കിയത് കൊണ്ട് ഞാൻ തൽക്കാലം സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചത്. നമ്മളിതൊന്ന് മൂടി കൊടുക്കുകയാണ്. നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കളറൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാനൊരു ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചതാണ്, നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ച മല്ലിച്ചപ്പിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നേരത്തെ ആക്കി വെച്ച നമ്മളെ ഉള്ളി, മൂപ്പിച്ച് വെച്ച ഉള്ളിയും കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി അതിൻ്റെ മേലോട്ടേക്കൊന്ന് വിതറുകയാണ്. പിന്നെ ഇതിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ബിരിയാണിയിലിടുന്ന കാഷ്യൂ നട്ട്സും മുന്തിരിയൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ട്രഡീഷണൽ ലെവലിൽ തന്നെ എടുക്കുകയാണ്. ഒരു ഇല മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചമ്മന്തി, അച്ചാറ് മാങ്ങയുടേതാണ് കേട്ടോ, പിന്നെ കച്ചമ്പറ്. പിന്നെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം അയല ബിരിയാണി അതും കൂടി നമ്മളിതിനകത്തേക്ക് ഇടുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.